Hello everyone, so welcome back to my channel. ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് ഞാനൊരു ലോങ് വീഡിയോ ഇടുവാണ്. Be my vacation video. ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. So I hope you like the video. Please do watch it, and if you like it, please do subscribe, comment and share. Okay. മോമച്ചൻ റെഡി ആയിട്ട് ഇരിക്കുക പോവാൻ വേണ്ടി. സമയം 1:45. ഇവിടെ ഒരാൾക്ക് ഉറങ്ങുകയേ വേണ്ട. എന്നാൽ മോമച്ചനെ ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉടുപ്പിടിപ്പിച്ച് തന്നെയാണ് കിടത്തിയത്. സോ ഞങ്ങൾ പോകാൻ റെഡിയാണ്. ഞങ്ങളിപ്പോൾ ഊബർ ബുക്ക് ചെയ്യും. You drive whole night? Yeah. Whole night, right? Only night? Yeah, just I start. This is my first one. First one. Okay. Yeah, 6 o'clock I go home. Oh, yeah? Yeah. And you sleep whole day? 4 hours. Okay. 4 hours. I open the gym, I go to the gym. I'm very tired. Okay. അപ്പോൾ ഗൈസ് ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി. ഇവിടെ മോമച്ചൻ പ്ലെയിൻ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളുടെ ഗേറ്റിലോട്ട് പോകണം. ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. US കസ്റ്റംസ് ആൻഡ് ബോർഡേഴ്സ് ഏരിയയിൽ ഞങ്ങളോട് അധികം ഒന്നും ചോദിച്ചില്ല. അവർ എവിടെ പോവാന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. പിന്നെ നമ്മുടെ 4 പേരുടെയും ഫോട്ടോസ് എടുത്തു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് അതോട് പോവുക. ഫുഡും കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. സോ മോമോസിന് വേണ്ടി ബിസ്ക്കറ്റും സ്വീറ്റ് പൊട്ടാറ്റോയും ആൻഡ് ചെറി ആൻഡ് ബനാന ഇത്രയും സാധനം ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡെയിലായിട്ട് പോകും. സോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരിക്കുക. ഇനി നടക്കാൻ പോവുകയുള്ളൂ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫൈനലി ബോർഡ് ചെയ്യാൻ പോവാണ്. അമേരിക്കൻ എയർലൈൻസിൽ പ്രയോറിറ്റി പിള്ളേരുണ്ടെങ്കിലൊന്നും അങ്ങനെ ഒന്നും ഇല്ല. സോ എപ്പോഴും ബോർഡിംഗ് പാസ് എന്തായാലും പാസ്പോർട്ടും റെഡി ആയിട്ടിരിക്കണം. ഞങ്ങൾ സ്ട്രോളർ ഇനി ഗേറ്റ് ചെക്കിൻ ചെയ്യും. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഫ്രണ്ടിൽ സ്ക്രീനൊന്നുമില്ല. 2 മണിക്കൂറേ ഉള്ളൂ യാത്ര. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ ഭയങ്കര അപ്സെറ്റാണ് സ്ക്രീൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. 4 പേർക്ക് ഞങ്ങൾ സീറ്റ് സെലക്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കാരണം ഓട്ടോമാറ്റിക്കലി തന്നെ കിട്ടി. അപ്പോൾ മോമോസ് ഇങ്ങനത്തെ ബേളം വെച്ചാൽ ആൾക്കാർ ഞങ്ങളെ തന്നെ നോക്കും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മോമോച്ചൻ ഉറങ്ങി. മോമോച്ചൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചായിരുന്നു. രാത്രിയിൽ എഴുന്നേറ്റല്ലേ. അപ്പം 2 മണിക്ക് എഴുന്നേൽപ്പിച്ചാണ് ഞങ്ങൾ വിളിച്ച് പൊക്കിക്കൊണ്ടുവന്നത്. ഓവറോൾ ഇതുവരെ യാത്ര കുഴപ്പമില്ലായിരുന്നു. നമുക്കിവിടെ അധികം ചൂടില്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമുക്ക് ഫ്ലൈറ്റിൽ ഒരു 1 ടൈം ചെറിയൊരു സ്നാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഷോർട്ട് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അവർ ബിസ്ക്കറ്റും നമുക്ക് ഡ്രിങ്കും തന്നു. അങ്ങനെ വിശന്ന് ഞങ്ങൾ നോർത്ത് കാരോലിന എയർപോർട്ടിൽ വന്നിരിപ്പുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഫ്ലൈറ്റ് 2:15 2:15 PM ഇവിടുന്ന് ഒർലാൻഡോയിലേക്ക്. മോമോസിനെ ഓരോന്നോരോന്ന് കൊടുത്താണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ബിസിയാക്കി വെക്കുന്നത്. ഇവൻ ഭയങ്കര പ്രശ്നമാണ്. ചേട്ടാ ഒന്നുകൂടെ തന്നെ അത് ചേട്ടൻ്റെ പേര് എഴുതിയിട്ടുണ്ടോ? ബിർസ്
ഹോട്ട് ചായ ലാത്തെ. എനിക്ക് എൻ്റെ ടിം ഹോട്ടൻസ് മിസ്സാവുന്നു. ഈ ഒരു ഹോട്ട് ചായ ലാത്തേക്ക് $8, $8 അല്ലേ? $8. എത്ര ടിം ഹോട്ടൻസ് മേടിച്ച് കുടിക്കാമായിരുന്നു സമാധാനത്തോട്. നല്ല ചായ. ഇതെന്തോ ഇത് സ്മോള് മതിയാണ്. ചേട്ടൻ എന്താ മീഡിയം മേടിച്ചോ? ഇത് ഇവിടുത്തെ ലാർജാണോ ഇവിടുത്തെ മീഡിയം ആണോ? ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റിൽ നിന്ന് ദൂരെ ഇരിക്കുന്നത്. $8 കൊടുത്തോണ്ട് ചേട്ടൻ അത് തീർക്കാൻ പോവാം. ഞങ്ങൾ മോമോച്ചിന് വേണ്ടി സ്ലിപ്പ് ഇട്ടിട്ട് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ അത് വേണ്ട. ഞങ്ങൾ ബിസ്ക്കറ്റ് എല്ലാം കൊടുത്ത് അവൻ്റെ വയറ് നിറഞ്ഞിരിക്കുക. ബിസ്ക്കറ്റ് അല്ല, ചുപ്പപ്പോ. അവൻ ഇതിനെ ചുപ്പപ്പോ എന്നാ പറയുന്നത്. വേണോ? കുറെ നേരമായി ചേട്ടൻ ഇത് കുടിക്കാൻ തുടങ്ങിയിട്ട്. എപ്പോൾ തീരും? ഉച്ചയ്ക്ക് മുമ്പ് തീരും. രാവിലെ 9 മണിയായി. 2 മണിക്ക് മുമ്പേ തീർക്കുമോ? $8 ഡ്രിങ്ക്. അഭയാർത്ഥികൾ അമ്പലത്തിൻ്റെ തറയിൽ ഇങ്ങനെ പറയുന്നത് അതിനെ. അങ്ങനെ മോമോച്ചൻ പണ്ട് നാട്ടിൽ പോയപ്പം, കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പം പ്ലെയിനിൽ കയറിയേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒന്നും ഓർമ്മ അവന് കാണത്തില്ല. ഇപ്പം അവൻ പ്ലെയിൻ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവിടെ ചെന്ന് വിൻഡോയിലൊക്കെ ഇരുന്ന് പ്ലെയിൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എണ്ണുമായിരുന്നു പ്ലെയിനൊക്കെ. മോമോ എന്നാ അത്? മോമോ എന്നാ അത്? എയർപ്ലെയിൻ. മോമോച്ച് എല്ലായിടത്തും തൂത്തുവാരുക കേട്ടോ. അവൻ്റെ കൈ കണ്ടോ? മോമോച്ചിനെ കണ്ടോ? മോമോച്ച് എവിടെ പോവാ? ആരെ കാണാൻ പോവാ മോമോച്ച്? മിക്കി മൗസിനെ കാണാൻ പോവാണോ? നോനെസാനെയോ? ഉറക്കം വരുവാണോ? ചാച്ചുവാണോ? അങ്ങനെ ഫൈനലി ഞങ്ങൾ നോർത്ത് കാരോലിന എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഒർലാൻഡോയിലേക്കുള്ള ജേർണി തുടങ്ങി. 6 മണിക്കൂർ ഞങ്ങൾ നോർത്ത് കാരോലിനയിൽ സ്പെൻഡ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് റിയലി വെരി ബിസി എയർപോർട്ട്. ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ്. അവിടെ നിന്ന് ഓരോ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര ബിസി എയർപോർട്ടായിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ആവാറായി. ബട്ട് ഭയങ്കര ടെർബുലൻസ് ആണ്. ഏതോ റഫ് പൈലറ്റാണ് ഓടിക്കുന്നത്. ഭയങ്കര റഫാണ്. മോമോച്ച വലുതാവുമ്പോൾ ഈ വീഡിയോ കാണണം കേട്ടോ. നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് ഫ്ലൈറ്റിനകത്ത് കേട്ടോ മോമോച്ച. ഞാൻ ഒരു ഹൈവേ കണ്ടു, ഒരു നീരുള്ള ഹൈവേ അങ്ങ് ദൂരെ.
യു ക്യാൻ സീ ഹൗ റഫ് ദ ലാൻഡിങ് വാസ്. ഞങ്ങൾ നന്നായിട്ട് പേടിച്ചു പോയായിരുന്നു. ടർബുലൻസ് കാണാൻ ഭയങ്കര കുലുക്കമായിരുന്നു പ്ലെയിനിൽ. സോ ഞങ്ങളിപ്പം ഒർലാൻഡോയിലെത്തി. ഒർലാൻഡോയിലെ MCU എയർപോർട്ടിലാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങി. ഫ്ലൈറ്റിലിറങ്ങി. ഞങ്ങൾ കുറച്ച് മുമ്പ് എത്തിയേ ഉള്ളൂ. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ലഗേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പോവാം. ദ റൈഡ് വാസ് ലൈക്ക് റിയലി ഡിഫിക്കൾട്ട് ഇൻ ദ സെൻസ് ഭയങ്കര ടർബുലൻസ് ആയിരുന്നു. ആൻഡ് ടേക്ക് ഓഫ് ചെയ്തത് തന്നെ ഭയങ്കര സ്പീഡിലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ദൈവമേ വല്ലതും പറ്റുമോ എന്നൊക്കെ പേടിച്ചാണ് ഞങ്ങൾ വണ്ടിയിൽ ഫ്ലൈറ്റിൽ ഇരുന്നത്. എനിവേസ് നല്ല രസമുണ്ട് ഇവിടെ എയർപോർട്ടൊക്കെ കാണാൻ വേണ്ടി. ബാക്ക് ക്ലെയിംസിൽ ഞങ്ങൾ Please stand clear of doors and hold on to handrails. When the gate link stops, please exit and follow the signs to baggage claim section. Doors are now closing. Transit facility ഉണ്ട്. ട്രാം പോലത്തെ അത് വെച്ച് നമ്മൾ മെയിൻ ടെർമിനലിൽ നിന്ന് നമ്മൾ ബാഗേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടി അടുത്ത ഏരിയയിലേക്ക് വന്നു. നമ്മൾ ബാഗേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പോവാം. അസൽ നാടൻ ക്ലൈമറ്റാണ്. ഇറങ്ങിയപ്പം തന്നെ നമുക്ക് ട്രെയിനിലോട്ട് കയറിയപ്പോൾ തന്നെ നമ്മൾ വെളിയിലത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഫീൽ ആകുന്നുണ്ട്. നമുക്ക് നാട്ടിലെ ഒരു ക്ലൈമറ്റ് ആണെന്നുള്ള. നമ്മൾ ലഗേജ് 24ലാണ്, ഫ്ലൈറ്റ് 24ലാണ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ബാഗേജ് ക്ലെയിമിലേക്കാണ് പോകുന്നത്. ഇപ്പം ഗൈസ് ഞങ്ങളപ്പോൾ ഇവിടെ ഒർലാൻഡോ ഇൻ്റർനാഷണൽ എയർപോർട്ട് MCU എയർപോർട്ടിൽ ഇരിക്കുകയാണ്. ഞങ്ങളിപ്പം ഇറങ്ങിയിട്ട് ഒരു ഐ ഗസ് ഹാഫ് ആൻ അവർ ടു 45 minutes ആയി. ഞങ്ങളുടെ കൺവെയർ ബെൽറ്റ് ഇതുവരെയും തുടങ്ങിയിട്ടില്ല, ലഗേജ് ഇതുവരെ വന്നിട്ടില്ല. സോ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ദിസ് സൈഡ് ഇറ്റ്സ് ഗോണ ബി റിലീസ് സൂൺ, അറിയില്ല. ആൻഡ് ദ അതർ തിങ് ഈസ് ഇവിടുന്ന് നമ്മൾ കാർ റെൻറ്റിലാണ് എടുത്തേക്കുന്നത്. അഗെയിൻ ഫ്രം ട്യൂറോയിൽ നമുക്ക് നല്ല ഡീലിലാണ് കിട്ടുന്നത് എപ്പോഴും. സോ ട്യൂറോയിൽ നിന്ന് കാർ റെൻറ്റ് എടുത്തു. ഇവിടെ ഡ്രോപ്പ് ചെയ്ത് വിട്ടിട്ട് പോയിട്ടുണ്ട് റെൻ്റൽ കാറ്. അവിടം വരെ നമ്മൾ നടന്ന് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ബഗ്ഗി വേണം. പക്ഷേ ആ ബഗ്ഗിക്ക് ഇവിടെ $7 കൊടുക്കണം. ആൻഡ് റിട്ടേൺ അറ്റ് ദ സെയിം പ്ലേസ് വെയർ യു ബോട്ട് ഇറ്റ് ഫ്രോം, ഓർ ദർ ആർ ഡ്രോപ്പ് ഓഫ് പോയിൻറ്റ്സ്. ബട്ട് നമുക്ക് ഈ സ്ഥലമൊന്നും പരിചയമില്ല. സോ നമ്മളിപ്പം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഏതാണ്ട് പോസ്റ്റ് ആയതുപോലെ കാണുന്നതാണ്. സോ ലഗേജ് ബെൽറ്റിൻ്റെ കൺവെയർ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനിയും ഇവിടെ നിൽക്കാം ലഗേജ് എടുക്കാൻ വേണ്ടി. ഇവിടെ വെയിറ്റ് ചെയ്തോണം കേട്ടോ. ഞങ്ങളുടെ ലഗേജ് എടുത്തിട്ട് നടക്കുവാണ് കാർ റെൻ്റൽ ഏരിയയിലേക്ക്. അപ്പോൾ ഗൈസ് ഞങ്ങളോട് പറഞ്ഞു കാർ റെൻ്റൽ ഏരിയയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നടന്നു പോകാൻ പറ്റത്തില്ല, ബസ് പിടിക്കണം. അങ്ങനെ ഞങ്ങൾ ബസ് നോക്കുവാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. നമ്മുടെ ഡ്രൈവർ നമ്മളോട് ചോദിക്കും നമുക്ക് എവിടെയാണ് ഇറങ്ങേണ്ടിയെന്ന്. കാരണം നമ്മൾ കാർ റെൻ്റൽ സർവീസുകാർ നമ്മളോട് പറയും എവിടെയാണ് അവർ കാർ ഡ്രോപ്പ് ചെയ്തേക്കുന്നത്. ആ ഏരിയയിൽ നമ്മുടെ ബസ് ഡ്രൈവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. ഈ ബസ് ഓടുന്ന സ്ഥലം മുഴുവനും ഒർലാൻഡോ എയർപോർട്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഭയങ്കര ഹ്യൂജ് ഏരിയയാണ്. ആൻഡ് കാർ റെൻ്റൽ സർവീസുകാർ ഡ്രോപ്പ് ചെയ്തേക്കുന്ന ഏരിയ ഓരോരോ ഡെസിഗ്നേറ്റഡ് ഏരിയസ് ഉണ്ട്. അപ്പം ഭയങ്കര വലിയ ഒരു സെറ്റപ്പാണിത്. നമുക്ക് എന്തായാലും തിരിച്ച് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറേണ്ടതും തിരിച്ച് MCU എയർപോർട്ടിൽ നിന്നാണ്. അപ്പം നമ്മൾ ഇവിടെ തന്നെയാണ് കാർ തിരിച്ച് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടത്. അപ്പം ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലം നമുക്ക് നമ്മുടെ റെൻ്റൽ സർവീസുകാരോട് പറഞ്ഞാൽ മതി. നമ്മൾ ഇറങ്ങി, ബസ്സുകാർ നമ്മളെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ആൻഡ് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് വൈകുന്നേരത്തെ സമയമാണ്. സോ അവിടെ മൊത്തം മഴയും ഇടിയും മഴയും വരുന്ന ആ ഒരു ചാൻസ് ഉണ്ട്.
സോ ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ക്ലൗഡി ആൻഡ് തനി നാടൻ ഒരു ഫീലായിരുന്നു എനിക്ക് അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക്. കേരളത്തിലെത്തിയ ഒരു ഫീല്. ആൻഡ് ഇറ്റ് വാസ് ടു ഹോട്ട് ആൻഡ് വാസ് ടു ഹ്യൂമിഡ്. നമ്മളവിടെ നിൽക്കുന്ന ഏരിയ തന്നെ ഇഷ്ടം പോലെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ആൾക്കാർ അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടാണ് ട്രാവലിങ്ങിനൊക്കെ പോകുന്നതും ആൻഡ് ഇതുപോലെ റെൻ്റൽ സർവീസുകാർ കാർ ഡ്രോപ്പ് ചെയ്യുന്നതും. സോ നമുക്ക് നമ്മുടെ റെൻ്റൽ സർവീസിൻ്റെ ട്യൂറോക്കാർ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ അതിനകത്ത് ആപ്പിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് കാറിൻ്റെ കീ റിട്രീവ് ചെയ്യണമെന്നുള്ളത്. നമുക്ക് ഒരു ചെറിയ ലോക്കുണ്ട് വെളിയിൽ തന്നെ, ഒരു വിൻഡോയിൽ ഹാങ് ചെയ്ത് വെക്കും. ആ ഏരിയയിൽ തന്നെ അതിനകത്ത് കോഡ് എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ആ ബോക്സ് ആൻഡ് നമുക്ക് കീ എടുക്കാം. അങ്ങനെയാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ക്ലൗഡി ആയിട്ട് കിടക്കുന്നത്. സോ ഞാൻ കുറേ നേരം അത് നോക്കി നിൽക്കുമായിരുന്നു. ആൻഡ് ബസ് തുരുതുര വരുന്നുണ്ടായിരുന്നു ഓരോരുത്തരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ കാർ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഡ്രൈവ് തുടങ്ങി. നമ്മുടെ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ റെൻ്റൽ ഹോട്ടൽ കുറച്ച് ദൂരെയായിരുന്നു. അറൗണ്ട് 15-20 മിനിറ്റ്സ് ദൂരെയായിരുന്നു. സോ വി വർ ഡ്രൈവിങ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ ഇവിടെ ഭയങ്കര കുത്തി പെയ്തെന്ന് തോന്നുന്നു മഴ. ആൻഡ് ദാറ്റ്സ് വൈ ദ റോഡ് ലുക്ക്ഡ് ലൈക്ക് വെരി എന്താ പറയുക, ഹരിക്കനൊക്കെ വന്നു കഴിഞ്ഞ് പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു അവിടെ. മറ്റേ നാട്ടിലെ റോഡിൽ കൂടെ പോകുന്ന പോലത്തെ ഒരു ഫീലുണ്ട് ഇപ്പം, അല്ലേ? ഇതുണ്ടോ, എന്താണ് ലേക്കാണ്. ലേക്കിന്റെ സൈഡിൽ കൂടെ റൗണ്ട് അടിച്ച് പോകുന്നത്. അപ്പുറത്തെ ലേക്കാണ്. ലേക്ക് സൈഡാണ് വീടുകളൊക്കെ. ലേക്കാണോ അപ്പുറത്തോടെ? 25 ആണ്. ചെന്നൈയിൽ രസമായിട്ടോ അവിടെ ലേക്ക് കാണാൻ പറ്റും. ഇപ്പൊ കാണാൻ അതിന്റെ കുറെ അപ്പുറത്തെ ലേക്കാണ്. മഴ പെയ്ത് കിടക്കുന്ന റോഡൊക്കെ കിടക്കുന്നുണ്ടോ? മഴയും കാറ്റും ആ റോഡൊക്കെ ഹരിക്കൻ സീസൺ അവിടെ. ഇതൊക്കെ പറിച്ചെടുത്തിട്ട് പോകുന്നതല്ലേ ഈ വീടൊക്കെ? ഈ മരം കണ്ടോ ചേട്ടാ? എന്തൊരു സ്റ്റൈല്. പ്രത്യേക ടൈപ്പ്. അങ്ങനെ ഫൈനലി കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങളുടെ പാർട്ട് 1 ഒർലാൻഡോ അഡ്വഞ്ചറിലെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുമായിരിക്കും. അപ്പം thank you so much for watching it. If you like the video, please do subscribe and like it. Thank you.